ഹലോ മച്ചാമാരെ, അപ്പോൾ മഞ്ജുക്കുട്ടി ജീപ്പ് എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ 5 കൊല്ലം കൂടി നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ടെസ്റ്റ് വർക്കിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ മച്ചാമാരെ, നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ 3-4 വർക്ക്ഷോപ്പിൽ പോയി ചോദിച്ചായിരുന്നു വണ്ടി ടെസ്റ്റിന് കയറ്റാൻ വേണ്ടി. അപ്പോൾ അവർ ഏകദേശം 2 മാസത്തോളമാണ് അവധി പറഞ്ഞത്. അപ്പോൾ നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ടും പിന്നെ ആ റിസ്ക് നമുക്ക് എന്തുകൊണ്ട് ഏറ്റെടുത്തുകൂടാന്നൊരു ചിന്ത വന്നതുകൊണ്ടും നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇട്ട് പണിയാനുള്ളൊരു ഇതിൽ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ദിവസം കൊണ്ട് ഈ വണ്ടി ഇറങ്ങാൻ പറ്റുമെന്നൊരു പരീക്ഷണം കൂടി ഔട്ട് ചെയ്ത്. അപ്പോൾ നമ്മുടെ വണ്ടി കൂടാതെ വേറൊരു വണ്ടി കൂടി വരാനുണ്ട്. അപ്പോൾ അത് രാത്രിയിലേക്കായിട്ട് വരുള്ളൂ. അപ്പോൾ വർക്ക്ഷോപ്പിൽ നമ്മുടെ വണ്ടിയുടെ കേസ് മാത്രമേ കേട്ടോ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 വണ്ടിയുണ്ട്. അപ്പോൾ വീട്ടിലിട്ട് പണിതാൽ എത്ര ദിവസം കൊണ്ട് ഈ വണ്ടി പണി തീർത്ത് 2 വണ്ടിയും പണി തീർത്ത് കുറഞ്ഞ സമയം കൊണ്ട് ഇറങ്ങാമെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തട്ടിക്കുട്ടി പരിപാടികളൊന്നും അല്ല ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വണ്ടി എങ്ങനെയാണോ സാധാ രീതിയിൽ വർക്ക്ഷോപ്പിൽ പണിത് ഇറക്കുന്നത് അതുപോലെ തന്നെയാണ് വീട്ടിലിട്ട് പണിത് ഇറക്കുന്നത്. അപ്പോൾ നമുക്കത് വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും. അപ്പോൾ നമ്മൾ മറ്റുള്ള വർക്ക്ഷോപ്പുകാർക്കെതിരായിട്ടുള്ളൊരു ഭീഷണിയായിട്ടോ ഇതായിട്ടൊന്നും അല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ വർക്ക്ഷോപ്പിലാണെങ്കിൽ നമ്മുടെ വണ്ടി മാത്രമല്ലല്ലോ പണിയാനുള്ളത്, വേറെ കുറേ വണ്ടികളും ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ സമയം വേണ്ടി വരും, ഇത്ര വണ്ടികൾ പണിയാനുള്ളതല്ലേ. അപ്പോൾ പാച്ച് വർക്കും പെയിൻറ്റിങ്ങും പുറത്തുനിന്ന് 2 പേരെ വിളിച്ചിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്നും തന്നെയൊന്നും അല്ല ചെയ്യുന്നത്, നമ്മൾ സഹായിച്ചു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ കൊച്ചാപ്പാക്ക് അത്യാവശ്യം പണിയൊക്കെ അറിയുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പണിയൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ തീർത്ത് വിടാൻ പറ്റും. അപ്പോൾ അവരും കൂടി 2 പേരും കൂടി സഹായത്തിന് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരങ്ങ് പതിയെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, ഞാൻ പറഞ്ഞ വണ്ടി ഇതാട്ടോ. നമ്മുടെ വണ്ടിയുടെ ഒപ്പം തന്നെ ടെസ്റ്റ് വർക്ക് ചെയ്യാനുള്ള വണ്ടിയാണിത്. നമ്മുടെ ഈ വണ്ടി സെയിം സമയത്ത് തന്നെയാണ് ടെസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇത് നമുക്കൊരു വേണ്ടപ്പെട്ട ഒരാൾക്കുള്ള വണ്ടിയാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ ഈ വണ്ടിയും ഉൾപ്പെടും കേട്ടോ, ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് അടിമാലിൽ പോയിട്ട് ഒരു ആവശ്യം വന്നു, വണ്ടിയുടെ സാധനങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ പാച്ചൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് കേട്ടോ പാച്ചൻ. അപ്പോൾ ഈ വണ്ടിയിൽ അത്യാവശ്യം പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കണം. പിന്നെ വണ്ടിക്ക് പുതിയ ബോണറ്റ് 2 ഫെൻഡറും കാര്യങ്ങളൊക്കെ വാങ്ങണം, അതൊക്കെ അതൊക്കെ മാറ്റണം. പിന്നെ എന്ന് പറഞ്ഞാൽ ബോഡി ക്യാൻവാസ് മൊത്തം മാറണം കേട്ടോ, അങ്ങനെയാണ് പാച്ചൻ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വാങ്ങാൻ അടിമാലിക്ക് നമുക്കിന്ന് പോകണം. അപ്പോൾ നമുക്ക് നേരെ അടിമാലി ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ വണ്ടിയിൽ ഇൻറ്റീരിയറിലൊക്കെ നോക്കുവാണെങ്കിൽ ബാക്കിൽ അത്യാവശ്യം പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ വലിയ രീതിയിലൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ചില ജോയിൻറ്റ് വന്നിടത്തൊക്കെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പത്രികളോട്ട് നമ്മുടെ ഈ വണ്ടീനെ പറ്റി പറയാനുള്ളത്. ഈ വണ്ടിയുടെ ഒരുപാട് കൂടുതൽ വിശേഷങ്ങളൊക്കെ എൻ്റെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് ഇനി നേരെ അടിമാലി ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കണ്ടേക്കാം. അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ ആ വണ്ടിക്ക് പുതിയൊരു ബോണറ്റ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ബോണറ്റിന് ഏകദേശം 5200 ആയിട്ടുണ്ട്. അതുകൂടാതെ 2 മൺഗാർഡ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മൺഗാർഡിന് ഒരെണ്ണത്തിന് ഏകദേശം 2700 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൺഗാർഡും അതുപോലെ ബോണറ്റിൻ്റെ നമ്മുടെ വണ്ടിയുടെ പുറകിൽ. അപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്, അടിമാലിയിൽ നിന്ന് പോകുന്നു നമ്മൾ. സാധനങ്ങൾ പിന്നെ കുറച്ച് തകിടും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വണ്ടിയുടെ പാച്ച് വർക്കിന് വേണ്ടിയാണ്. ഇതാട്ടോ മൺഗാർഡ്. അപ്പോൾ അതൊരു മൺഗാർഡ്. പിന്നെ ബോണറ്റ് അവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് വെൽഡ് ചെയ്യാനുള്ള ആവശ്യമുള്ള റാഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കട്ടിങ് ബ്ലേഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അല്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ ജീപ്പിൻ്റെ ഓരോ സ്പാർട്സും അടിമാലിൽ കിട്ടും കേട്ടോ. എല്ലാ സ്പാർട്സും തന്നെ കിട്ടും, കിട്ടാതൊന്നും ഇരിക്കില്ല. കാരണം അടിമാലി കിട്ടിയില്ല പിന്നെ ഒരു സ്ഥലത്തും കിട്ടില്ല കേട്ടോ ജീപ്പിൻ്റെ സാധനങ്ങളൊന്നും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജീപ്പുകളാണ്, അതുകൊണ്ട് കേട്ടോ. നമുക്ക് ടെൻഷനില്ല, സാധനം കിട്ടില്ല എന്നോർത്ത് ടെൻഷനൊന്നുമില്ല. സാധനം കിട്ടാതെ ഒന്നും ഇരിക്കില്ല, സാധനം കിട്ടും. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ വണ്ടിയുടെ പണി ഭാഗമായിട്ടോ. നമ്മുടെ ബോണറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചു. അതുകൂടാതെ വണ്ടിയുടെ പെട്ടെന്ന് അഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചു തുടങ്ങി കേട്ടോ. പിന്നെ സമീര ഗ്ലാസ് ഫ്രെയിമും കൂടെ അഴിക്കാൻ നോക്കുവാണേ. പിന്നെ പടുതയും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് തന്നെ അഴിച്ച് മാറ്റിയായിരുന്നു, ആ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വണ്ടി അഴിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 വണ്ടി കൂടെ അഴിക്കാൻ നോക്കിയാൽ അത് നടക്കില്ല കേട്ടോ. ഇപ്പോൾ ഒരു വണ്ടിയുടെ പണി തീർത്തിട്ട് അടുത്ത വണ്ടിയിലേക്ക് കയറുവാണെങ്കിൽ സുഖമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം മൊത്തം അഴിക്കേണ്ടി വരും. ആ വണ്ടി അടുത്ത ദിവസത്തിലേക്ക് മാറ്റേണ്ടി വരും എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അഴിച്ച് മാറ്റുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പാച്ച് വർക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അതുകൂടാതെ പെയിൻറ്റ് അടിക്കുന്നവർക്ക് പെയിൻറ്റ് അടിക്കാൻ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും പെയിൻറ്റും ചെല്ലും, പിന്നെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാനും പറ്റും കേട്ടോ. പക്ഷേ അഴിച്ച് മാറ്റാൻ സുഖമാണ്, തിരിച്ച് ഫിറ്റ് ചെയ്യാനാട്ടോ ഏറ്റവും പാട്. എല്ലാ കാര്യങ്ങളും അഴിച്ചു തുടങ്ങി, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ഇന്നും കൊണ്ട് ഈ വണ്ടി മൊത്തം തീർക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ വണ്ടിക്ക് മെക്കാനിക്കൽ പരമായ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് പ്ലേറ്റ് സെറ്റൊക്കെ ഒന്ന് അഴിച്ച് നോക്കണം. നമ്മളൊരു ബാക്കിലത്തെ ഒരു സൈഡ് അഴിച്ച് മാറ്റിയത് ഫുള്ള് സെറ്റ് മൊത്തം റെഡിയാക്കി എടുത്തതാണ്.
ഫ്രണ്ട് രണ്ടും അഴിക്കണം, അതുപോലെ തന്നെ ബാക്കിൽ ഒരെണ്ണം അഴിക്കണം. അതുകൂടാതെ നമ്മുടെ ബ്രേക്കിംഗ് ക്ലച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഗിയർ ലിവറൊക്കെ ഒന്ന് മാറിയെടുക്കണം. അതായത് നമ്മൾ ഗിയർ ലിവറിന് കുറച്ച് വിഷയമൊക്കെ ഉണ്ട്. 3 പേർക്ക് കഷ്ടിച്ച് 3 പേർ ഫ്രണ്ടിലിരുന്നാലും ഗിയർ മാറാനൊക്കെ കുറച്ച് പാടാട്ടോ. അതായത് മർഷലിൻ്റെ ഗിയർ പെടലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗിയർ മാറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 2 പേർക്ക് സുഖമായിട്ടിരിക്കാം, പക്ഷേ 3 പേർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ജീപ്പൊക്കെ ഒരു 4-5 ആരെങ്കിലും ഫ്രണ്ടിൽ കയറി ഇരിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്ട്രേറ്റ് ലിവർ ആക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് അപ്ഡേഷൻ ഞാൻ പറഞ്ഞാൽ വരുത്തുന്നുണ്ട്. അത് നമ്മൾ നോക്കട്ടെ, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണ് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിതൊക്കെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കാണിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ് മാത്രമായിട്ടോ പറഞ്ഞത്. പിന്നെ ഇതേ നമ്മുടെ 2 ഫെൻഡർ അഴിച്ചിട്ടുണ്ട്. വണ്ടി മൊത്തം ഇപ്പോൾ നമ്മുടെ വണ്ടി ഫ്രണ്ട് ഗ്രില്ല് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതേ പെങ്ങളൊച്ചോട്ടിരിക്കുന്നത്. അപ്പോൾ പെങ്ങളും ഇതേ സാധനങ്ങളൊക്കെ അഴിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ പച്ച കളർ അടിച്ചാണല്ലോ, അത് നമ്മൾ ക്രെയിന് വേണ്ടി അടിച്ചാണിത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്തായിരുന്നു, ക്രെയിൻ്റെ ടെസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തായിരുന്നു. യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ഒരു ദിവസം മൊത്തം പോയി കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടി പണി തുടങ്ങി ദിവസം മൊത്തം പോയി കിട്ടി. അപ്പോൾ മച്ചാമാരെ അതേ പിറ്റേ ദിവസമായി നമ്മുടെ വണ്ടി പണിയെല്ലാം തീർത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം ഓരോ മൂലയ്ക്ക് കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട്. ഈ കിടക്കുന്ന എല്ലാം നമ്മുടെ വണ്ടിയുടെ ഇരുന്ന സാധനങ്ങളാണ്. നമ്പർ പ്ലേറ്റ്, ഹെഡ്ലൈറ്റ് മുതൽ വന്ന നമ്മുടെ മീശയും കാര്യങ്ങളും ആ വണ്ടിയുടെ ഉള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ ബോണറ്റും ഫെൻഡറും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് ഊരി വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണമായിട്ട് അഴിച്ചുള്ളൂ, ഒരു ഫെൻഡറായിട്ട് അഴിച്ചുള്ളൂ. അപ്പുറത്തെ സൈഡിൽ അഴിക്കണം. അത് നോക്കിയിട്ടാണ് നമ്മൾ അഴിക്കുന്നുള്ളൂ. അഴിക്കണ്ടെന്നാണ് കൊച്ചാപ്പ് പറഞ്ഞത്. നമ്മളിത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് അഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത വണ്ടിയുടെ സാധനങ്ങൾ വരണം. അപ്പോൾ ഈ നമ്മുടെ വണ്ടിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണേ. അപ്പോൾ ഈ കിടക്കുന്നതൊക്കെ നമ്മുടെ വണ്ടിയുടെ സാധനങ്ങളാട്ടോ. ബോണറ്റൊക്കെയാണ് ഇരിക്കുന്നത്, സീറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. മച്ചാന്മാരെ, അപ്പോൾ നമ്മൾ ഈ കളർ തന്നെയാണ് അടിക്കാൻ പോകുന്നത്, തീരുമാനിച്ചങ്ങനെ. വേറെ കളറിൽ ചേഞ്ച് ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഈ വണ്ടി ഇനി കയറ്റിയിട്ടിട്ട് മറ്റേ വണ്ടി കയറ്റി ഈ വണ്ടി അഴിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അഴിച്ചെടുക്കണം. ഈ മേളിൽ കാണുന്ന കമ്പിയൊന്നും അഴിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ, ഇതൊക്കെ ബെൽഡ് ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് മൺഗാർഡും അതുപോലെ ബമ്പറും ഗ്രില്ലും അഴിക്കേണ്ട ഒരു അത്യാവശ്യം വന്നാൽ അഴിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ ഈ ഒരു ദിവസം മൊത്തം ഈ വണ്ടിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഈ വണ്ടി മൊത്തം അഴിക്കാൻ ഈ ഒരു ദിവസം മൊത്തം വേണ്ടി വരും. അപ്പോൾ നമ്മുടെ വണ്ടി ഒരു ദിവസം കൊണ്ടാണല്ലോ മൊത്തം അഴിച്ചെടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ സെയിം ഇത് തന്നെ ഈ വണ്ടിക്കും ഉണ്ട്, എല്ലാം അഴിച്ചെടുക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം ഇതിലേക്കും നമ്മുടെ സമയം മെനക്കെടുത്തണം. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ട്. ബോണറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചു. ഇത് നമ്മുടെ ഇക്കായ കേട്ടോ. അപ്പോൾ പുള്ളി രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അടുത്ത് വന്നതാണ് കാര്യം പറഞ്ഞത്. പുള്ളി ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ വണ്ടിക്ക് ഇങ്ങനെ ടെസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ നിറഞ്ഞത്. പുള്ളി വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. നമ്മുടെ ഇക്കായാണിത്. അപ്പോൾ രണ്ടുപേരും കൂടി ഇത് അഴിക്കുകയാണ്. നമ്മുടെ ഗ്ലാസ് ഫ്രെയിം അഴിക്കുക കേട്ടോ. ഇത് സാധാ മേജർ ടൈപ്പ് ഗ്ലാസ് ഫ്രെയിമാണ്. അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ ഈ ജീപ്പ് എന്ന് പറഞ്ഞാൽ 2003 മോഡൽ വണ്ടിയാണ്. അപ്പോൾ നമ്മളെക്കാളും 10 വർഷം മോഡൽ കൂടിയ വണ്ടി ഒരു ജീപ്പാട്ടത്. MDA എൻജിൻ എന്ന ടൈപ്പ് വണ്ടിയാണ്. മേജർ അല്ല, CL500DI ആണെന്ന് തോന്നുന്നു. മേജർ ടൈപ്പ് ഏകദേശം 2005 ഉണ്ടല്ലേ ഇറങ്ങുന്നത്. ഇപ്പോൾ ഫ്രണ്ട് ഡിസ്കൊന്നും അല്ല കേട്ടോ തന്നെ, സാധാ വണ്ടി. സാധാ ഡ്രം ബ്രേക്കൊക്കെയാണ് തന്നെ. ചവിട്ടി താത്തുന്ന പടലും കാര്യങ്ങളൊക്കെ കേട്ടോ തന്നെ. സമീർ മഡ് ഫ്ലാപ്പ് അഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ 4 മഡ് ഫ്ലാപ്പ് അഴിക്കണം. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കിയ ഡോറൊക്കെ ഉണ്ടല്ലേ, പുതിയ മോഡൽ ഡോർ കേട്ടോ അത്. അപ്പോൾ അത് ആ ടൈപ്പാണ് കമ്പനി ഇറക്കി വിടുന്നത്. പിന്നെ ഈ വണ്ടിയിൽ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും പഞ്ചിങ് ഒന്നുമല്ല. അപ്പോൾ അതൊക്കെ ഈ തവണ പഞ്ചിങ് ആക്കണം. ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ മാറണം. ബാക്കിലത്തെ ഇത് ഡോറായിട്ട് അഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജാഗരി ടൈപ്പ് ഡോറാണ് ഇത്. നമ്മുടെ വണ്ടിക്ക് ഡോർ വ്യത്യാസമുണ്ട്, അതൊക്കെ നമ്മൾ കാണിച്ചിരുന്നതായിരിക്കും. പിന്നെ ഈ വണ്ടിക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ സീറ്റ് ബെൽറ്റ് വേണം. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നു വണ്ടിക്ക്, അത് ഊരിക്കളഞ്ഞ കേട്ടോ. അപ്പോൾ പെറ്റി നോക്കിയപ്പോൾ ഈ വണ്ടിക്ക് ഏകദേശം ഒരു 5 പെറ്റി ഉണ്ട്. അതൊരു പെറ്റി അടച്ചു, ബാക്കി 4 പെറ്റിക്ക് പെൻഡിങ് ആണ്, അത് അടയ്ക്കണം കേട്ടോ. സീറ്റ് ബെൽറ്റ് വാങ്ങണം. പിന്നെ കുറച്ച് പരിപാടി, ഫ്രണ്ടിലത്തെ സീറ്റുകളെല്ലാം അപ്പോൾസറിക്ക് കൊടുക്കണം, പുതിയ പടത കയറ്റണം. അപ്പോൾ ഈ വണ്ടിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഓണർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ വണ്ടി പണിയുന്നത്. ഇതുപോലെ തന്നെ സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി പണിയുന്നത്. പക്ഷേ പുള്ളിക്കൊരു തൃപ്തിയാവുന്ന രീതിയിലാണ് നമ്മൾ ഈ വണ്ടി പണിത് കൊടുക്കുന്നത്. അപ്പോൾ അത്ര അടിപൊളിയായിട്ട് പണിയും. നമ്മുടെ വണ്ടീനെ പോലെ തന്നെ നോക്കിയും കണ്ടും ഈ വണ്ടി പണിത് കൊടുക്കണം. അപ്പോൾ ഉത്തരവാദിത്തം മൊത്തം ഞങ്ങൾക്ക് തന്നെയാണ്. നമ്മുടെ വണ്ടി എങ്ങനെയാണ് പണിതിറക്കുന്നത് അതേ രീതിയിൽ തന്നെ ഈ വണ്ടിയും പണിതിറക്കണം. ഒരു കുറ്റം ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനൊരു ഇത് തന്നെയാണ് നമ്മൾ ഈ വണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഡ് ഫ്ലാപ്പ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൺഗാർഡ് അഴിക്കണം ഈ വണ്ടിയുടെ. പിന്നെ
എല്ലാ സാധനങ്ങളും അഴിക്കണം വണ്ടിയുടെ. പിന്നെ ഈ കാണുന്ന കമ്പി, ഈ പഴുതിടുന്ന കമ്പിയും ആ മേളത്തെ കമ്പികളെല്ലാം കഴിച്ചെടുക്കാൻ പറ്റും. സെൻറ്ററിൽ വന്ന റോൾ ഗേജ് ഒഴികെ ബാക്കി എല്ലാ കമ്പിയും വന്നിട്ട് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. അതായത് നെറ്റും ബോൾട്ടാണ് കാര്യങ്ങൾ വരുന്നത്. നമ്മുടെ മൊത്തം ബിൽഡ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം നെറ്റും ബോൾട്ടാണ്, അതൊക്കെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇതേ ഫെൻഡർ അഴിച്ചെടുത്തു. അപ്പോൾ അതേ ഈ വണ്ടിയുടെ ഡോറും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. ആ ഡോറ് കുറച്ച് പണി പെട്ടുവിട്ട് ഊരിയെടുക്കാൻ, ഭയങ്കര ടൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതേ ഡോർ അവിടെ കൊണ്ടുപോയി മാറ്റി വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ഫ്രെയിം അവിടെ പൊട്ടാതെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ ഇതേ ഈ വണ്ടിയുടെ ഏകദേശം പണിയൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കണം. ഇനി ഈ വണ്ടിയിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല അഴിച്ചെടുക്കാൻ. ഒന്ന് കുറച്ചുകൂടി ഒന്ന് മെനക്കെട്ട ഊരിയെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. സീറ്റും കാര്യങ്ങൾ, ഫ്രണ്ടിലത്തെ സീറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കണം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ 2 വണ്ടിയുടെയും പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഏകദേശം അല്ല, മൊത്തത്തിൽ കഴിഞ്ഞു. ഇനി നാളെ തൊട്ട് പാച്ച് വർക്കിന് കയറ്റിയാൽ മതി വണ്ടി. അപ്പോൾ പാച്ച് വർക്കും പുട്ടി വർക്കും കൂടി ഒരു വീഡിയോ ഇട്ട് ഇടാനാട്ടോ നമുക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോ ഇട്ട് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനൊരു ബോറടി ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് അത്യാവശ്യം വീഡിയോ ഒക്കെ ഇടാനും പറ്റും കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, ഈ 2 വണ്ടിയൊന്ന് നോക്കിക്കേ. ഇതിലിപ്പോൾ മോഡൽ കൂടിയ വണ്ടി ഏതാ കുറഞ്ഞ വണ്ടി ഏതാണെന്നൊക്കെ പറയാൻ പറ്റുമോ? ജീപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നും ഒരേ രൂപത്തിൽ ഇറങ്ങിയോണ്ട് നമുക്ക് മോഡലിൽ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ബോഡി. വണ്ടി ഇപ്പോൾ ഇത് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും നമ്മുടെ വണ്ടി മോഡൽ കുറവും ഈ മറ്റേ വണ്ടി മോഡൽ കൂടിയ വണ്ടിയാണ് നമുക്ക് അറിയാൻ പറ്റും. അല്ലാത്തവർ പെട്ടെന്ന് കണ്ടാൽ മോഡലൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതാണ് ജീപ്പിൻ്റെ ഒരു പ്രത്യേകത. ഇത്ര വണ്ടി നിർത്തുന്നവരെ ഇറക്കിയത് ഒരേ ഷേപ്പിലായതുകൊണ്ട് അന്ന് ഇന്നും ജീപ്പല്ല ഒരേപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. 2 വണ്ടിയുടെ സാധനങ്ങളും കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ടെസ്റ്റ് വർക്കിൻ്റെ വീഡിയോ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് പാർട്ടുകൾ വരാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരും വീഡിയോകൾക്ക് നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്ക് കാണുമ്പോഴേക്കും തൽക്കാലത്തേക്ക് ബൈ.